ഹായ് ഗുഡ് മോർണിംഗ്. നമുക്ക് ഇന്ന് വളരെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി ഉണ്ടാക്കിയാലോ. ഒരു പയർ കഞ്ഞിയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. പയർ കഞ്ഞി എന്ന് പറയുമ്പോൾ ഇത് കർക്കിടക മാസത്തിൽ മാത്രമല്ല എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കി കഴിക്കാം. പിന്നെ കർക്കിടക സ്പെഷ്യലായിട്ട് നമുക്ക് എന്ന് വേണമെങ്കിലും കർക്കിടക മാസത്തിൽ 3 ദിവസം, 7 ദിവസം, 9 ദിവസം അങ്ങനെ ഒറ്റ ദിവസങ്ങളിൽ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. വളരെ ആരോഗ്യപ്രദമായ ഒരു കഞ്ഞിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ പയർ കഞ്ഞി തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ 1/2 കപ്പ് ചെറുപയർ ഒരു 6 മണിക്കൂർ സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/4 കപ്പ് ഉണക്കലരി 6 മണിക്കൂർ സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് 4 ഏലക്ക, 1 ടീസ്പൂൺ കുരുമുളക്, 1/4 ടീസ്പൂൺ നല്ല ജീരകം, പിന്നെ ഇത്രയുള്ള 1 പീസ് ചുക്ക്. ഇതെല്ലാം നമുക്ക് വറുത്ത് പൊടിക്കാനുള്ളതാണ്. ആദ്യം നമുക്ക് കലത്തിലേക്ക് ഈ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറുപയറും അരിയും ചേർത്ത് വേവിക്കാൻ വയ്ക്കാം. ഞാനിപ്പോൾ ഒരു മൺകലത്തിലാണ് വേവിക്കാൻ വയ്ക്കുന്നത്. ഈ മൺകലത്തിൽ വേവിക്കാൻ വയ്ക്കുന്നതുകൊണ്ടാണ് ചെറുപയറും അരിയും സോക്ക് ചെയ്തിട്ട് വേവിക്കാൻ വയ്ക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചെറിയ പൊടിയരിയാണ് വേവിക്കേണ്ടതെന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ ഇത്രയും സമയം സോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു 1/2 മണിക്കൂർ സോക്ക് ചെയ്താൽ മതി. അപ്പോൾ എപ്പോഴും നമ്മൾ പയർ എടുക്കുമ്പോൾ കൂടുതൽ അളവിലെടുക്കുക. അതുപോലെ തന്നെ വെള്ളം കൂടുതലായിട്ട് ചേർക്കുക കേട്ടോ. കുറച്ചധികം സമയം നമുക്ക് വേവിക്കാനുള്ളതാണ്. അപ്പോൾ ഞാനൊരു ഈ കപ്പിന്, വലിയ കപ്പിന് 1.5 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. ഇനി ഇതൊന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കാം. തിളച്ച് തുടങ്ങുമ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ വേറൊരു പാൻ വെച്ചിട്ടുണ്ട്. ഈ പാൻ ഒന്ന് ചൂടായി തുടങ്ങുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ മസാലകളെല്ലാം ചേർത്ത് കൊടുക്കുക. ചെറിയ ജീരകവും എല്ലാം ഒരുമിച്ചാണ് ചേർക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കാം. വല്ലാതെ കരിഞ്ഞു പോരുത്, ചെറുതായിട്ടൊന്ന് ചൂടായി തുടങ്ങാനേ പാടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഉലുവ പൊടിച്ച് ചേർക്കാം കേട്ടോ. ഞാനപ്പോൾ ഉലുവ പൊടിച്ച് ചേർക്കുന്നില്ല. നമ്മുടെ പയറും അരിയും തിളച്ച് വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉലുവ കുതിർത്ത് വെച്ചിട്ട് വേവിക്കാം. ഇല്ലെങ്കിൽ നമ്മൾ പയറും അരിയും തിളച്ച് വരുമ്പോൾ ഉലുവ 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്താലും മതി. അതിൽ കിടന്ന് ഉലുവ വെന്ത് വന്നോളും. അല്ലെങ്കിൽ ഉലുവ ഇതിലേക്ക് 1 ടീസ്പൂൺ ചേർത്തിട്ട് വറുത്ത് പൊടിച്ച് ചേർക്കാം. അങ്ങനെയാകുമ്പോൾ ഉലുവയുടെ ടേസ്റ്റ് കൂടുതലായിട്ട് എടുത്ത് നിൽക്കും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഉലുവ വറുത്ത് പൊടിക്കാത്തത്. പിന്നെ ചുക്ക് ചെറിയ പീസുകളായിട്ട് വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് ചേർക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. അപ്പോൾ ഇതൊന്ന് ചൂടായി വന്ന് പൊടിച്ചു കഴിയുമ്പോൾ നമുക്കിതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ, ഈ പയറിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ആശാളി ചേർക്കാം. അതുപോലെ തന്നെ ഞവരേരി ചേർക്കാം. നമ്മുടെ ഈ ഒരു ഉണക്കലരിക്ക് പകരമായിട്ട് നമ്മൾ പയർ കഞ്ഞിയായിട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ ആശാളിയും ഞവരരിയും ഒക്കെ ഉപേക്ഷിച്ചിട്ട് സാധാരണ നമ്മുടെ ഉണക്കലരി ചേർത്തത്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന അരി ഏതാണോ, നമ്മുടെ വീട്ടിലുള്ള സാധാരണ കുത്തരി ആണെങ്കിൽ കുത്തരിയിൽ ഈ ഒരു പയർ കഞ്ഞി ഇങ്ങനെ ചെയ്യാവുന്നതാണ് കേട്ടോ. അല്ലെങ്കിൽ പൊടിയരിയിലാണെങ്കിൽ പൊടിയരിയിൽ, നമ്മുടെ നുറുക്കരി ഉണ്ടല്ലോ, നുറുക്കരിയിൽ ചെയ്യാവുന്നതാണ്. ഏത് അരിയാണോ നമ്മുടെ കയ്യിലുള്ളത് ആ അരിയിൽ ചെയ്യാവുന്നതാണ്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പയർ കഞ്ഞിയാണിത്. കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേരുമ്പോൾ അത് നമുക്ക് ഹെൽത്തിയുമാണ്. പക്ഷേ ഒരുപാട് ആയുർവേദ മരുന്ന് കഞ്ഞിയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ പയർ കഞ്ഞിയാണ്. മരുന്ന് കഞ്ഞിയുടെ റെസിപ്പി നമ്മൾ വേറെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ കുരുമുളകും ചുക്കും ഒക്കെ ചൂടായി നല്ലൊരു മണം വരുന്നുണ്ട്. ഒരുപാട് അങ്ങോട്ട് കരിഞ്ഞു പോവാതെ, നമ്മുടെ ചെറിയ ജീരകം ആയതുകൊണ്ട് ജീരകം വേഗം പൊട്ടിത്തുടങ്ങും. ജീരകം പൊട്ടിത്തുടങ്ങുന്നതാണ് നമ്മുടെ കണക്ക്. ജീരകം പൊട്ടിത്തുടങ്ങുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. ജീരകം പൊട്ടിത്തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ കരിഞ്ഞു പോവും. അതുകൊണ്ട് കരിഞ്ഞു പോകാനുള്ള സമയം കൊടുക്കരുത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ പയർ കഞ്ഞി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും കർക്കിടകത്തിൽ ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ഇതാകുമ്പോൾ നമുക്ക് 3 ദിവസം അടുപ്പിച്ച് ഉണ്ടാക്കി കുടിക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടില്ലാത്ത കാര്യമാണ്. അപ്പോൾ മരുന്ന് കഞ്ഞി എന്ന് പറയുമ്പോൾ ഞാൻ മരുന്ന് കഞ്ഞിയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. അതിൽ മരുന്നുകളൊക്കെ പറിച്ചെടുത്ത് ചതച്ചൊക്കെ വരുമ്പോൾ എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള റെസിപ്പിയാണ്. അതിന് നമുക്ക് കമൻറ്റ്സ് വരാറുണ്ട്, മരുന്നുകളൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇങ്ങനെ ഒരു റെസിപ്പി പ്ലാൻ ചെയ്തത്. അപ്പോൾ ഇതാ കുരുമുളകും ജീരകവും എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂട് കുറഞ്ഞു വരുമ്പോൾ മിക്സിയുടെ ചെറിയ ജാറിലൊന്ന് പൊടിച്ചെടുക്കാം. നമ്മുടെ കഞ്ഞി ഇതാ തിളച്ച് തുടങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാനിപ്പോൾ 1 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഉലുവ സോക്ക് ചെയ്തിട്ട് ചേർക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ചേർത്ത് കൊടുത്താലും മതി. പിന്നെ നമ്മൾ ചേർക്കാൻ പോകുന്നത് നേരത്തെ റോസ്റ്റ് ചെയ്തെടുത്തില്ലേ, അത് നമ്മൾ മിക്സിയിൽ തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ആ പൊടിയാണ്. പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക.
ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ചെറിയ തീയിൽ വെച്ച് തിളപ്പിച്ച് പയറും അരിയും വേവുന്നത് വരെ തിളപ്പിച്ചെടുക്കുക. അത് നമ്മുടെ ബർണറിൻ്റെ തീ അനുസരിച്ച്, ചിലരുടെ ചെറിയ ബർണറിന് തീ കൂടുതലായിരിക്കും, ചിലരുടെ ചെറിയ ബർണറിന് തീ കുറവായിരിക്കും. അത് ഓരോരുത്തരുടെ ആ ടൈം അനുസരിച്ച് എത്ര സമയം എടുക്കുന്നു എന്നുള്ളതനുസരിച്ച് വേവിച്ചെടുക്കുക. നന്നായിട്ട് വേവണം പയർ. അരിയാണെങ്കിലും നന്നായിട്ട് വേവണം. എന്നുവെച്ചാൽ കുഴഞ്ഞു പോകരുത്. വെള്ളം വറ്റി പോവുകയാണെങ്കിൽ തിളച്ച വെള്ളം ചേർക്കുക, പച്ചവെള്ളം ചേർത്ത് തിളപ്പിക്കരുത്. അതാണ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ നമുക്കിനി വേറെ ഒന്നും ആഡ് ചെയ്യാനില്ല. തിളച്ച് കുക്കായി വരട്ടെ. അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം കേട്ടോ, എങ്ങനെയാണിത് സെർവ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ നമ്മുടെ കഞ്ഞി റെഡിയായി വരട്ടെ. ഇപ്പോൾ നമ്മുടെ കഞ്ഞി ഇതാ കറക്റ്റ് പാകത്തിന് വെന്തിട്ടുണ്ട്. പയറും കുക്കായിട്ടുണ്ട്, അരിയും കുക്കായിട്ടുണ്ട്, എല്ലാം കറക്റ്റായിട്ടുണ്ട്. ഒന്നും ഉടഞ്ഞു പോയിട്ടില്ല കേട്ടോ. ചോറും ഉടഞ്ഞു പോയിട്ടില്ല, പയറും ഉടഞ്ഞു പോയിട്ടില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തേങ്ങ ചിരവി ചേർക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിക്കാം. ഇത് രണ്ടും ചേർക്കണമെങ്കിൽ ചേർക്കാം. ഞാനിപ്പോൾ തേങ്ങയും തേങ്ങാപ്പാലും ഒന്നും ചേർക്കുന്നില്ല, ഇതുപോലെ തന്നെയാണ് എടുക്കുന്നത്. പിന്നെ തേങ്ങയും തേങ്ങാപ്പാലും ഒക്കെ ചേർക്കുന്നുണ്ടെങ്കിൽ നമ്മൾ സെർവ് ചെയ്യുന്നതിന് മുന്നേ, കഴിക്കുന്നതിന് മുന്നേ ആയിട്ട് 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്തിട്ട് കഴിക്കുക. അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഉപ്പ് ആവശ്യത്തിന് ചേർക്കുക. ഉപ്പ് ചേർത്തിട്ട് തന്നെ കഴിക്കുമ്പോഴാണ് കഞ്ഞിക്ക് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ എന്താ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനിയിപ്പോൾ ഈ മൺകലത്തിൻ്റെ ചൂടിലിരുന്നിട്ട് വീണ്ടും തിളച്ച് ഒന്നുകൂടി ഒന്ന് കുറുകി വരും. അപ്പോൾ വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ വീണ്ടും തിളപ്പിച്ച വെള്ളം മാത്രം ഒഴിച്ചിട്ട് ലൂസാക്കി എടുക്കുക. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നുപോയില്ലല്ലോ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറന്നുപോകല്ലേ. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.